നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ചില സമയങ്ങളുണ്ട്, എത്ര കഷ്ടപ്പെട്ടാലും പച്ച പിടിക്കാത്ത സമയങ്ങൾ. എന്നാൽ മറ്റു ചില സമയങ്ങളുണ്ട്, തൊട്ടതെല്ലാം പൊന്നായി മാറുന്ന, ആഗ്രഹിച്ചതെല്ലാം നടക്കാൻ തുടങ്ങുന്ന അപൂർവ നിമിഷങ്ങൾ. ജ്യോതിഷപ്രകാരം അത്തരമൊരു മഹാഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഗൃഹനിലയിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ കാരണം 27 നക്ഷത്രങ്ങളിൽ 11 നക്ഷത്ര ജാതകർക്ക് രാജയോഗം ആരംഭിക്കുകയാണ്. ഇതൊരു സാധാരണ മാറ്റമല്ല. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നവർക്ക് കൈത്താങ്ങായും തൊഴിലില്ലാതെ വിഷമിക്കുന്നവർക്ക് വലിയൊരു അനുഗ്രഹമായും ഈ സമയം മാറും. ഇനി പറയാൻ പോകുന്ന 11 നക്ഷത്രങ്ങളിൽ നിങ്ങളുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ജീവിതം മാറാനുള്ള സമയം കുറിക്കപ്പെട്ടു കഴിഞ്ഞു. ആരൊക്കെയാണ് ആ ഭാഗ്യവാന്മാർ? വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകളർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ എഴുതുകയാണ് എങ്കിൽ നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന, ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന, രാജയോഗത്തോടു കൂടി ജീവിക്കാൻ യോഗം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. നമുക്കറിയാം, ശനിയും വ്യാഴവുമാണ് മനുഷ്യൻ്റെ കർമ്മത്തെയും ഭാഗ്യത്തെയും നിയന്ത്രിക്കുന്നത്. ഈ രണ്ട് ഗ്രഹങ്ങളും ഒരേ സമയം ചില നക്ഷത്ര ജാതകർക്ക് അനുകൂലമായി വരുന്നത് അപൂർവമായാണ്. ഇപ്പോൾ വരാൻ പോകുന്ന സമയം ഈ 11 നക്ഷത്ര ജാതകർക്ക് നൽകാൻ പോകുന്നത് ധനയോഗം മാത്രമല്ല, മറിച്ച് അധികാരയോഗം കൂടിയാണ്. അതായത് സമൂഹത്തിൽ ഇവർക്ക് വലിയൊരു സ്ഥാനവും മാനവും ലഭിക്കുന്ന സമയം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച അവഗണനകൾക്കും കണ്ണീരിനുമുള്ള മറുപടിയാണ് ഈ സമയം. ഓരോ നക്ഷത്രങ്ങളെയായി നമുക്ക് പരിശോധിക്കാം. ആ 11 നക്ഷത്ര ജാതകർ ഇവരാണ്. ഇവർക്കിനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ തന്നെയാണ്. ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം വന്നു ചേരും. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്, സമൃദ്ധിയുടെ സമയമാണ്. മേടക്കൂറുകാരായ ഇവർക്ക് ഇനി ഉയർച്ചയുടെ കാലമാണ്. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ച് വിസയോ ടിക്കറ്റോ മുടങ്ങി നിൽക്കുന്നവർക്ക് ഇനി പെട്ടികൾ പാക്ക് ചെയ്യാം. അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തുന്നത്. അശ്വതി നക്ഷത്ര ജാതകർക്ക് പൂർവിക സ്വത്തിൽ നിന്നോ അല്ലാതെയോ വലിയൊരു ധനലാഭം വന്നു ചേരാൻ പോകുന്നു. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സമൃദ്ധിയിലേക്കും അശ്വതി നക്ഷത്ര ജാതകരെത്തും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിങ്ങളൊരു അശ്വതി നക്ഷത്ര ജാതകരാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. തീർച്ചയായും വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു നേട്ടമാണ്. വലിയ സൗഭാഗ്യ സമ്പന്നതയിൽ വലിയ വീട് വയ്ക്കാനും വലിയ വാഹനം വാങ്ങാനും ധാരാളം പണം സമ്പാദിക്കാനും ഒക്കെയുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും. രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ്. ശുക്രൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ്. ഇവർക്ക് ആഡംബര ജീവിതത്തിനുള്ള യോഗം തെളിയുന്നു. സ്വന്തമായി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ സമയമാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിലും വിജയം കണ്ടെത്താം. ദുബായിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവിടുത്തെ സൂപ്പർ ലോട്ടോ ഒക്കെ ഒന്ന് എടുക്കുക. തീർച്ചയായും വലിയ ഭാഗ്യം, വലിയ നേട്ടം ഇവരെ അനുഗ്രഹിക്കും. ദൈവാനുഗ്രഹം ഒരുപാടുള്ള സമയമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി മനസ്സമാധാനം എന്താണെന്നറിയാത്തവരും കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യത്തിന് വാതിൽ തുറക്കാൻ പോവുകയാണ്. എന്നാൽ ഇനി ആ അവസ്ഥയൊക്കെ മാറും. കഷ്ടപ്പാടിൻ്റെ അവസ്ഥയൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മക്കളുടെ കാര്യത്തിലുണ്ടായിരുന്ന ഉത്കണ്ഠ നീങ്ങും. ബിസിനസ്സിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ കാർത്തികക്കാർക്ക് പ്രതീക്ഷിക്കാം. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് കാർത്തിക എത്തുന്നത്. ഇനി ഉയർച്ചയുടെ നാളുകളാണ്. കാർത്തികയ്ക്ക് വലിയ ഭാഗ്യം, വലിയ നേട്ടം വന്നു ചേരും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിലൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. 2026 വർഷഫലമൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. രോഹിണിക്ക് രാജയോഗ തുല്യമായ ഫലങ്ങളാണ് വരുന്നത്. മനസ്സിൽ ആഗ്രഹിച്ച കാര്യം അത് എന്തു തന്നെയാണെങ്കിലും സാധിച്ചെടുക്കാൻ ഇവർക്ക് സാധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കും. സാമ്പത്തികമായി വലിയൊരു സ്രോതസ്സ് ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, സർവൈശ്വര്യത്തിലേക്കാണ് രോഹിണി നക്ഷത്ര ജാതകർ എത്തുന്നത്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുക. കദളിപ്പഴമൊക്കെ കണ്ണന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കും.
ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ രോഹിണി നക്ഷത്ര ജാതകർ. അടുത്ത നക്ഷത്രം പുണർതമാണ്, ശ്രീരാമൻ്റെ നക്ഷത്രമാണ്. തിരിച്ചുവരവിൻ്റെ പാതയിലാണിവർ. നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണം തിരികെ ലഭിക്കും. പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്ന അത്ഭുതകരമായ കാഴ്ച പുണർന്ന നക്ഷത്ര ജാതകർക്ക് കാണാൻ സാധിക്കും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, സമ്പൽ സമൃദ്ധിയാണ്. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയുന്നു. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ബുദ്ധിമാന്മാരായ ആയില്യം നക്ഷത്ര ജാതകർക്ക് ഇനി ബുദ്ധി കൊണ്ട് പണമുണ്ടാക്കുന്ന സമയമാണ്. ഷെയർ മാർക്കറ്റ്, ബിസിനസ് എന്നിവയിൽ നിന്നും വലിയ ലാഭം കൊയ്യും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവർക്ക് അതിൽ നിന്നും പൂർണ്ണമായ മോചനം ലഭിക്കുന്നതാണ്. ദേവീക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തണം. ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാണ്. എല്ലാ ചെയ്ത്തുദോഷങ്ങളും ആഭിചാരദോഷങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ ആയില്യം നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ്. ആയില്യം ഭാഗ്യമാണ്, ആയില്യം ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. രാജകീയ പ്രൗഢിയുള്ള ഉത്തര നക്ഷത്ര ജാതകർക്ക് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയമുറപ്പാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നിയമന ഉത്തരവ് ലഭിക്കാം. പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകും. ഉത്തര നക്ഷത്ര ജാതകരുടെ വാക്കിന് സമൂഹത്തിൽ വലിയ വില ലഭിക്കുന്ന സമയം കൂടിയാണ്. ക്ഷേത്ര ദർശനം നടത്തണം. ദേവീക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്, സമ്പൽ സമൃദ്ധിയാണ്. അടുത്ത നക്ഷത്രം ചോതിയാണ്. വായുവിൻ്റെ നക്ഷത്രമാണ്. ഇവർക്ക് ഓടി നടന്ന് സമ്പാദിക്കാനുള്ള സമയമാണ്. പല വഴികളിലൂടെ പണം കയ്യിൽ വന്നു ചേരും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൂട്ടാൻ യോഗമുണ്ട്. വിവാഹം വൈകി നിൽക്കുന്നവർക്ക് നല്ലൊരു ആലോചന വന്ന് വിവാഹം പെട്ടെന്ന് നടക്കുന്ന സമയമാണ്. അത്രയധികം സമ്പൽ സമൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കുമാണ് ചോതി നക്ഷത്ര ജാതകർ എത്തുന്നത്. ഇനി ഭാഗ്യമാണ്. ഈ പ്രവചനം സത്യമാകും. പലരും പ്രവചിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും പറയുന്നു, ചോതി നക്ഷത്ര ജാതകർക്ക് ഇത് നല്ല സമയമാണ് എന്ന്. 2026 ഏറ്റവും അധികം ഭാഗ്യം കൊയ്യുന്നത് ചോതി നക്ഷത്ര ജാതകരാണ് എന്ന് പല രീതിയിലുള്ള പ്രവചനങ്ങളുണ്ട്. പക്ഷേ അത് സത്യമായിരിക്കും. അത് ഉറപ്പായിട്ടും നടക്കുന്ന കാര്യമാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കാണ്. ഒരുപാട് ദുരിത ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചവരാണ്. എന്നാൽ മാറ്റമാണ്. അടുത്ത നക്ഷത്രം അനിഴമാണ്. ശനി ഭഗവാന്റെ അനുഗ്രഹമുള്ള നക്ഷത്ര ജാതകർക്ക് ഇനി കഷ്ടപ്പാടുകളില്ല. കൂടെ നിൽക്കുന്നവർ ചതിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇവരെ സംബന്ധിച്ച്. അതൊക്കെ മാറാൻ പോവുകയാണ്. അതായത് കൂടെ നിൽക്കുന്നവരൊക്കെ ഇവരെ ചതിച്ചിട്ടുണ്ട്. ആ അവസ്ഥയൊക്കെ മാറും. നല്ല സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റമോ ഒക്കെ ലഭിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, സമൃദ്ധിയിലേക്ക്, സന്തോഷത്തിലേക്കാണ് അനിഴ നക്ഷത്ര ജാതകർ എത്തുന്നത്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. ബുദ്ധിയുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ് തൃക്കേട്ട. സ്വന്തം കഴിവിനാൽ വളരെ വലിയ സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നവരാണ്. ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. തൃക്കേട്ടക്കാർക്ക് മക്കളിലൂടെ സന്തോഷവും അഭിമാനവും ഉണ്ടാകുന്ന നിമിഷങ്ങൾ വന്നെത്തും. ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ്. എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. അവസാനത്തെ നക്ഷത്രമാണ് തിരുവോണം. തിരുവോണ നക്ഷത്ര ജാതകർക്ക് 2025-2026 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം അനുഭവിക്കാൻ പോകുന്നവരിൽ ഒരാൾ ഇവർ തന്നെയാകും. മണ്ണിൽ നിന്നുള്ള ലാഭം, റിയൽ എസ്റ്റേറ്റ്, ബിസിനസ് എന്നിവയിൽ നിന്ന് വലിയ നേട്ടം, പേരും പ്രശസ്തിയും ഇവരെ തേടിയെത്തും. തിരുവോണ നക്ഷത്ര ജാതകർക്ക് ഇത് ശരിക്കും ഒരു രാജയോഗം തന്നെയാണ്. ഈ രാജയോഗം നിലനിൽക്കാൻ എന്ത് ചെയ്യണം? ഈ 11 നക്ഷത്ര ജാതകർക്കും നല്ല സമയമാണ് എന്ന് കരുതി വെറുതെ ഇരുന്ന ഭാഗ്യമൊന്നും വരില്ല. സത്യം. ഈ 11 നക്ഷത്ര ജാതകരുടെ കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ അവർ വെറുതെ ഇരുന്നിട്ടൊന്നും ഭാഗ്യം വരില്ല. ഭാഗ്യം എന്നതൊരു വിത്താണ്. അത് മുളയ്ക്കണമെങ്കിൽ നിങ്ങളുടെ പ്രയത്നം എന്ന വെള്ളം കൂടി ഒഴിക്കണം. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ പ്രയത്നം കൂടി അവിടെ ഉണ്ടാകണം. എന്നാലേ നമുക്ക് ഒരുപാട് നേട്ടം, ഭാഗ്യം, ഉയർച്ചയൊക്കെ വരൂ. ഈ നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അഹങ്കാരം ഒഴിവാക്കുക. കിട്ടുന്ന പണം തോർത്തടിക്കാതെ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ക്ഷേത്ര ദർശനം നടത്തുകയോ അല്ലെങ്കിൽ സാധുക്കൾക്ക് അന്നദാനം നൽകുകയോ ചെയ്യുന്നത് ഇത് രാജയോഗത്തിൻ്റെ ശക്തി ഇരട്ടിയാക്കും. എല്ലാ രീതിയിലും ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. വിധി എന്നത് മാറ്റാൻ കഴിയാത്ത ഒന്നല്ല. നമ്മുടെ കർമ്മം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വിധിയെ അനുകൂലമാക്കാൻ കഴിയും. ഈ 11 നക്ഷത്ര ജാതകർക്കും ഇപ്പോൾ പ്രകൃതി തന്നെ അനുഗ്രഹം ചൊരിയുന്ന സമയമാണ്. അത് പാഴാക്കരുത്. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടായിരുന്നോ? നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.